നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. സെർജിയോ ലൊബേറ എന്ന ഇന്ത്യൻ ഫുട്ബോളിൽ വിജയക്കൊടി പാറിച്ച പരിശീലകൻ ഒഡീഷ FC പരിശീലകൻ്റെ റോളിലേക്ക് എത്തുമ്പോൾ കിരീട നേട്ടമൊക്കെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ വീണുപോകുന്നതും ഷീൽഡ് റേസിൽ 4-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നതും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ സെമി ഫൈനലിൽ ആദ്യപാദ മുൻതൂക്കമുണ്ടായിട്ടും കൈവിട്ടു പോകുന്നതും ഒക്കെ കഴിഞ്ഞ സീസണിൽ കാണേണ്ടി വന്നെങ്കിൽ വരുന്ന സീസണിൽ ഇതിനൊക്കെ പകരം കൊയ്യാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ലൊബേറയും സംഘവും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫിജിയൻ ഇന്റർനാഷണൽ ഗോൾ മെഷീൻ ഹാർഡ് വർക്കിംഗ് ഫുട്ബോളർ റോയ് കൃഷ്ണയ്ക്ക് അടുത്ത ഒരു സീസണിലേക്ക് കൂടി കരാർ ദീർഘിപ്പിച്ച് നൽകിയതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ ഇതാ ഹ്യൂഗോ ബോമസ് എന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ കൂടി ഒഡീഷ FC സ്വന്തമാക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. സെർജിയോ ലൊബേറ എന്ന പരിശീലകന്റെ പ്രധാന ആയുധമായിരുന്ന ഹ്യൂഗോ ബോമസ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനൊപ്പമായിരുന്നുവെങ്കിൽ ലൊബേറയുടെ തട്ടകത്തിലേക്ക് എത്തുന്നതോടെ ഒഡീഷ FC കരുത്താർജിക്കുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനൊപ്പം കരാറുള്ള താരത്തെ കഴിഞ്ഞ സീസണിൽ ജാനുവരിയോടെ സ്ക്വാഡിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നീക്കിയതോടെ തന്നെ താരത്തിൻ്റെ ട്രാൻസ്ഫറിനായുള്ള ഒരുക്കങ്ങൾ ഒഡീഷ FC നടത്തിയിരുന്നു. ഹ്യൂഗോയും തന്നെ റിലീസ് ചെയ്യുന്നതിനായി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടതായും വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതുമായിരുന്നു. മൊറോക്കോ ലീഗിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിലേക്ക് എത്തി ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മികച്ച താരമായി വരെ മാറിയ ഹ്യൂഗോ ബോമസ് FC ഗോവയിൽ നിന്നും റെക്കോർഡ് ട്രാൻസ്ഫർ തുകയ്ക്ക് മുംബൈ സിറ്റി FCയിലേക്ക് ചെക്കേറിയ ശേഷം വീണ്ടും മറ്റൊരു റെക്കോർഡ് തുകയ്ക്ക് മോഹൻ ബഗാനിലേക്കും ചെക്കേറിയെങ്കിൽ ഹ്യൂഗോയെ ഇന്ത്യൻ ഫുട്ബോളിൽ അവതരിപ്പിച്ച ലൊബേറയ്ക്കൊപ്പം വീണ്ടും എത്തുന്നതോടെ വരും സീസണിൽ തകർപ്പൻ പ്രകടനം തന്നെ ആരാധകർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്.